നമസ്കാരം, കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. മൈസൂരിൽ മലയാളികളുടെ ജ്വല്ലറി തോക്കിൻ മുനയിൽ കൊള്ളയടിച്ചു. ഹുൻസൂർ താലൂക്ക് ഓഫീസിന് സമീപമുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിന്ന് 5 അംഗ സംഘം 7 കിലോ സ്വർണമാണ് കവർന്നത്. പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കെ നൊടിയിടയിൽ ജ്വല്ലറി കൊള്ള, അതും തിരക്കേറിയ നഗരമധ്യത്തിൽ. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ ഹുൻസൂർ താലൂക്ക് ഓഫീസിന് സമീപമുള്ള ജ്വല്ലറിയിലേക്ക് സ്വർണം വാങ്ങാനെന്ന വ്യാജേന 2 പേരെത്തിയത്. ഇവർ ആഭരണങ്ങൾ പരിശോധിക്കുന്നതിനിടെ 3 പേർ കൂടിയെത്തി. ഉടനെ തോക്കെടുത്ത് ചൂണ്ടി ആഭരണങ്ങൾ എടുക്കാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. ഈ സമയം ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന മറ്റു ഉപഭോക്താക്കളെയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കി. 7 കോടിയുടെ സ്വർണവുമായി സംഘം ഇരുചക്ര വാഹനങ്ങളിൽ കടന്നുകളഞ്ഞു. കവർച്ചാ സംഘം ഹിന്ദിയിലാണ് സംസാരിച്ചതെന്നാണ് ജ്വല്ലറി ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. 5 സംഘങ്ങളായി തിരിഞ്ഞ് മൈസൂരിലും പരിസരങ്ങളിലും പോലീസ് വ്യാപക തിരച്ചിൽ തുടങ്ങി. കണ്ണൂർ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.